ഇത്തവണ പ്ലംബർ ട്രേഡിൽ കാൽക്കുലേഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 20 ചോദ്യമുണ്ട് മൊത്തത്തിൽ. ഇതിൽ നിന്ന് ഒരു 6 ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും വരുന്നത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ആർ ദ 2 ക്ലാസിഫിക്കേഷൻസ് ഓഫ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്? നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നതാണ്. അത് ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ് കേട്ടോ. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്, ലെങ്ത്, മാസ്, ടൈം. അതിൽ നിന്നാണ് നമ്മൾ ബാക്കി എല്ലാ യൂണിറ്റ്സുകളും ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആൻസർ സി ആണ്. രണ്ടാമത്തെ നോക്കാം. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഹീറ്റ്? ഹീറ്റിൻ്റെ SI യൂണിറ്റ് നമുക്കറിയാം, ജൂൾ എന്നാണ് കേട്ടോ. ജൂളാണ് എന്നുള്ള കാര്യം നോക്കി വെക്കുക. ഇനി അടുത്ത ഇതിലേക്ക് പോകാം. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കറണ്ട്? കറണ്ടിൻ്റെ യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ആംബിയർ ആണ്. അപ്പോൾ അതൊന്നും ഈസി ക്വസ്റ്റ്യൻ ആണ്, അത് കിട്ടും. ഓക്കെ, അടുത്തത് വാട്ട് ആർ ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്? നേരത്തെ ഞാൻ പറഞ്ഞാണ്, ലെങ്ത്, മാസ്, ടൈം. ഓപ്ഷൻ ബി ആണ് കേട്ടോ അതിൻ്റെ റൈറ്റ് ആൻസർ. അപ്പോൾ 4 ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരിക, ലെങ്ത്, മാസ്, ടൈം. ഇനി ചോദ്യം നോക്കുക. വാട്ട് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 529? ഈ 529 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ നിങ്ങളിതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നിൽക്കണ്ട, പകരം എന്താണ് ഓപ്ഷനിൽ നിന്നുള്ളതിനെ സ്ക്വയർ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് നോക്കാം. 23ൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. അപ്പോൾ 23 ഇൻറ്റു 23 ചെയ്യുമ്പോൾ നമുക്ക് 529 കിട്ടും കേട്ടോ. അത് ഈസി ആയിട്ട് കിട്ടും. നമ്മളിതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട, പകരം ഓപ്ഷൻ ഉള്ളതിൻ്റെ സ്ക്വയർ എടുക്കുന്നതാണ് ഈസി. ഓക്കെ, അപ്പോൾ 23 കിട്ടും. പിന്നെ വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് സ്കേലിയൻ ട്രയാങ്കിൾ ഹാവിങ് സൈഡ്സ് ഓഫ് 40 mm, 20 mm ആൻഡ് 28 mm? അതായത് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം തമ്മിൽ കൂട്ടിയാൽ തന്നെ അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ 40 20 കൂട്ടുമ്പോൾ 60 കിട്ടും. 60 28 88 mm എന്നാണ് അത് വരിക കേട്ടോ. അതിൻ്റെ ആൻസർ സി ആണ്. ഇനി 7ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ? എല്ലാവർക്കും അറിയാം, വെള്ളം തിളക്കുന്ന 100 ഡിഗ്രി സെൽഷ്യസിലാണല്ലേ. അപ്പോൾ 7ൻ്റെ ആൻസർ സി ആണ്. ഇനി അടുത്തത് വാട്ട് ഈസ് ടൈംഡ് ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കണ്ടെയ്ൻഡ് ബോഡി? ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിന് നമ്മൾ മാസ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ 8C ആണ്, മാസ്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ ഡെസിമൽ ഫ്രാക്ഷൻ ഓഫ് കൺവേർഷൻ ഓഫ് 18.5%? 18.5%. പെർസെൻറ്റേജിനെ നമ്മൾ ഡെസിമലിലേക്ക് മാറ്റാൻ വേണ്ടി എപ്പോഴും ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. അപ്പോൾ 100 കൊണ്ട് ഹരിക്കാനായിട്ട് 2 സ്ഥാനം മാറ്റി പോയിൻ്റ് ചെയ്താൽ മതി. നമുക്ക് നോക്കാം. 18.5 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.185 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ എ ആണ്. ഓപ്ഷൻ എ ആണ് എൻ്റെ റൈറ്റ് ആൻസർ. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ചോദ്യത്തിനകത്ത് എന്താ പറയുക? ഒരു ഡെസിമൽ ഫ്രാക്ഷനെ നമുക്ക് പെർസെൻറ്റേജിലേക്ക് മാറ്റണം. അപ്പോൾ 0.456 നമുക്ക് ഇത്തവണ പെർസെൻറ്റേജിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് 100 കൊണ്ട് ഗുണിക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. 0.456 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ 45.6 എന്ന് കിട്ടും കേട്ടോ. അത്രയും ശതമാനം. അപ്പോൾ അതിൻ്റെ ആൻസർ എ ആണ് വരിക. ഓക്കെ, സിമ്പിളാണ്. 100 കൊണ്ട് ഗുണിക്കാൻ 2 സ്ഥാനം റൈറ്റ് സൈഡിലേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്താൽ മതി. പോയിൻറ്റ് മാറ്റിയാൽ മതി. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ പിന്നെ ഗുണിച്ച് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റൽ ഹാസ് ഇറ്റ്സ് പവർ ടു റിട്ടേണിങ് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് റിലീസ്ഡ്? അതായത് ഏതെങ്കിലും ഒരു മെറ്റലിനെ നമ്മൾ ഒരു ആക്ച്വൽ പുള്ള് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. 2 സൈഡിലേക്കും പിടിച്ച് വലിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ റീഗെയിൻ ചെയ്ത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയലിന് നമ്മൾ പറയുന്ന ഇലാസ്റ്റിക് മെറ്റീരിയൽ ഒന്നാണ്. ഓക്കെ, ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് പോകും. പിന്നീട് അവിടെ നിന്ന് തിരിച്ച് വരില്ല. അപ്പോൾ ഇലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയലിലാണ് ഇത് തിരിച്ച് റീഗെയിൻ ചെയ്ത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ച് എത്തുക, പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ 14C ആണ്. ഇലാസ്റ്റിസിറ്റി എന്നാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം. എല്ലാവർക്കും അറിയാം MK സിസ്റ്റം. നമ്മൾ അത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പഠിച്ചതാണ്. അതിൽ M എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് എന്തിനാണ്? മീറ്ററിനെയാണ്. ഓക്കെ, 12B ആണ് ആൻസറായിട്ട് വരിക. അടുത്ത വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഹൂസ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആർ 10 and 8 cm റെസ്പെക്റ്റീവ്ലി? ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നീളം ഗുണം വീതി ചെയ്യാം. ഇവിടെ നീളം വീതി തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ 10 × 8 ചെയ്യുക. അപ്പോൾ 8 അത് 80 cm² നമുക്ക് കിട്ടും കേട്ടോ. അതിൻ്റെ ആൻസർ ബി ആണ്. ഇനി അടുത്തത് വാട്ട് ഈസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ് ഇഫ് ഡെൻസിറ്റി ഓഫ് സോളിഡ് ഈസ് 19.5 g/cubic cm? അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഡെൻസിറ്റിയാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. സ്പെസിഫിക് ഗ്രാവിറ്റി വന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു ഡെൻസിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടറാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, യൂണിറ്റ് എന്തെങ്കിലും g/cm3 അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ g/cm3 എടുക്കുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് തന്നെ നമുക്ക് ആൻസറായിട്ട് കിട്ടുക. അപ്പോൾ 19.5 ആണ് വരുന്നത് കേട്ടോ. ഇനി kg/m3 തന്നിരുന്നെങ്കിൽ 1000 നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്.
വാട്ടറിൻ്റെ ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ ഡി 19.5 ആണ്. അടുത്ത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ? ജലത്തിൻ്റെ ആപേക്ഷിക താപം എന്ന് പറയുന്നത് 1 ആണ്. ഇതൊരു കാര്യമുണ്ട്, ഇത് നമ്മൾ കലോറി ടൈംസിൽ എടുക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. കാണിക്കാം. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുമ്പോൾ പഠിച്ചു വെച്ചേക്കുന്ന വാല്യൂ എത്രയാണ്? 4.186 ജൂൾ പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള വാല്യൂ ആണ് എസ് ഐ യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് കലോറി ടൈംസിലേക്ക് വരുമ്പോഴത്തേക്കും 1 കലോറി പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് എന്ന് വരും കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. 1 ആണ് അതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 15 ഡി ആണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത നമുക്ക് നോക്കാം. വിച്ച് മെറ്റൽ കണ്ടെയ്ൻസ് അയൺ ആസ് എ മേജർ കണ്ടൻറ്റ്? അയൺ അടങ്ങിയിരിക്കുന്ന മെറ്റലുകളൊക്കെ നമ്മൾ ഫെറസ് മെറ്റൽസ് എന്നാണ് പറയുന്നത്. ഫെറസ് എന്ന ടൈം കണ്ട് കൊടുത്തോളുക. അയണാണ് മേജർ കോൺസ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് വരിക അതിൻ്റെ അത്. അപ്പോൾ അതിൻ്റെ ആൻസർ 16 ഡി ആണ് കിട്ടുക. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഹൂസ് ഏരിയ 625 mm സ്ക്വയർ? അപ്പോൾ 625 നമുക്ക് എല്ലാവർക്കും അറിയാം, 25 സ്ക്വയറാണ് 625 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ചോദ്യം വന്നാലും എന്ത് ചെയ്യുക, ഈ ഓപ്ഷനിൽ നമ്മളൊന്ന് ഗുണിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ 25 ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കിട്ടും. 25 × 25 ചെയ്താൽ 625 കിട്ടും കേട്ടോ. ഇപ്പോൾ സ്ക്വയറിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? 4 സൈഡുകളും തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഒരേ നമ്പർ കൊണ്ട് തന്നെ അതിനെ ഗുണിക്കുക, അതായത് അതിൻ്റെ സ്ക്വയർ കാണുന്നത്. ഓക്കെ, അതിൻ്റെ ആൻസർ നമുക്ക് എന്താ കിട്ടും? 25 mm എന്ന് തന്നെ വരും കേട്ടോ. അടുത്ത ഇത് നോക്കാം. വാട്ട് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ? ഒരു ചാലകത്തിൽ കൂടെയുള്ള കറണ്ടിൻ്റെ ഇലക്ട്രോൺസിൻ്റെ പ്രവാഹത്തിൽ നമ്മൾ കറണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ 18 ബി കറണ്ടാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. അടുത്തത്, വാട്ട് ഈസ് കോൾഡ് മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ സബ്സ്റ്റൻസ്? മാസ് ബൈ വോളിയം ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന ഡെൻസിറ്റിയാണ്. ഓക്കെ, അതൊന്ന് പഠിച്ച് വെച്ചേക്കാം. മാസ് ഡിവൈഡ് ബൈ വോളിയം ചെയ്ത് നമുക്ക് കിട്ടുന്ന എന്താണ്? ഡെൻസിറ്റി, സാന്ദ്രത എന്ന് പറയും. അപ്പോൾ 19 സി ആണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. ലാസ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം. വിച്ച് ആം ദ ഫോളോയിങ് ഈസ് ആൻ ഇൻസുലേറ്റർ? തന്നിരിക്കുന്നതിൽ ഇൻസുലേറ്റർ എന്ന് പറയുന്ന മൈക്കയാണ്, നമ്മൾ കപ്പാസിറ്ററിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതായത് അത് കറണ്ടിനെ കടത്തി വിടില്ല. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം മെറ്റലുകളാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റലെല്ലാം നമുക്ക് കറണ്ടിനെ കടത്തി വിടുന്നതാണ്. ഇതിൽ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. 20 ഡി മൈക്കയാണ് ആൻസറായിട്ട് വരിക കേട്ടോ. ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഇതിൽ നിന്ന് തന്നെ ഒരു 6 എണ്ണമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ.